ഈ രേണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലേ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. രേണു കരഞ്ഞ മൂലക്കിരിക്കേണ്ടവളല്ല. ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്ന് ചീത്തയായിരിക്കും. ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കും. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ മര്യാദയ്ക്ക് വരും, നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് കഴിയുമ്പോ സോറി ചേച്ചി എന്നാ ഡിലീറ്റ് ആയി. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികെട്ട. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ പറയുന്നു. എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ട് ഈ പിള്ളേരുടെ അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല. നീ മുന്നോട്ട് പോവുക. എന്റെ അടുത്ത് പറഞ്ഞു, നീ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുവോ, നീ നിനക്ക് ഇഷ്ടമുള്ള റീല് ചെയ്യുവോ, നിന്റെ മനസ്സിന് എന്താണ് തോന്നുന്നത് ഇഷ്ടമുള്ള ചെയ്യുക. ഞാനൊരു വലിയ സംഭവം അല്ലേ. ബോൾഡ് ആകാനും പറ്റത്തില്ല. ബോൾഡ് ആയ എന്റെ അടി, ഓ അവൾ അഹങ്കാരിയായി, കരഞ്ഞോണ്ടിരുന്ന ആണ്ട് അവൾ അഭിനയിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ട്. ഞാൻ കരയാൻ വേണമെങ്കിൽ 1 വർഷം മുഴുവൻ കരയാം. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാം. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ സുധിച്ചേട്ടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ. അല്ല വേണ്ടി തരാൻ ഈ പറയണ ചെയ്യണു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.